വയോധികയും അസുഖബാധിതയുമായ തങ്കമണിക്കും കുടുംബത്തിനും ആശ്വാസം. ജനം TV വാർത്തയ്ക്ക് പിന്നാലെ ജപ്തി നടപടികൾക്ക് സാവകാശം നൽകി പെരുവയൽ സർവീസ് സഹകരണ ബാങ്ക്. എഴുത്തും വായനയും അറിയാത്ത തങ്കമണിയെയും ദിവ്യാംഗനായ മകനെയും കബളിപ്പിച്ച് ബന്ധുക്കൾ സഹകരണ ബാങ്കിൽ നിന്നും 10 ലക്ഷം രൂപ ലോൺ എടുക്കുകയായിരുന്നു. ജപ്തി നോട്ടീസ് വന്നതോടെയാണ് ലോൺ എടുത്ത വിവരം കുടുംബം അറിയുന്നത് തന്നെ. ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ ടീം കോഴിക്കോട്. കാരണം ഇത്തരമൊരു വാർത്ത സമൂഹത്തിലേക്ക് കൊണ്ടുവരികയും ആ ഒരു കുടുംബത്തിന് ആശ്വാസമാവുകയും ചെയ്തു എന്നുള്ളൊരു വളരെ ഒരു അഭിമാന നിമിഷം തന്നെയാണ് ജനം TVക്ക്. നിലവിൽ ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന പ്രതികരണങ്ങൾ എന്തൊക്കെയാണ്? സാവകാശം നീട്ടി നൽകിയതോടുകൂടെ കുടുംബത്തിന് കൂടുതൽ ആശ്വാസം പകരുകയാണല്ലോ. ആശ്വാസമാണെങ്കിലും താൽക്കാലികമായി അവർക്ക് ഒരു ചെറിയൊരു അതായത് ഈ തുക അടയ്ക്കുന്നത് സംബന്ധിച്ച് ചെറിയൊരു കാലതാമസം, അതായത് സമയം ഇളവ് നൽകിയിരിക്കുകയാണ് ബാങ്ക് എന്ന് തന്നെയാണ് ബാങ്ക് അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുക. ഈ തങ്കമണിയുടെ മകനും ഉൾപ്പെടെയുള്ള ഒരു കുടുംബം വലിയ ദുരിതത്തിൽ തന്നെയായിരുന്നു കഴിഞ്ഞിരുന്നത്. ആ വാർത്ത ജനം TV കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. കൂടാതെ തന്നെ ഇവർ അറിഞ്ഞിരുന്നില്ല എന്ന് തന്നെയാണ്. ഇവരുടെ ഒരു ബന്ധുവാണ് ഇത്തരത്തിൽ ഈ ബാങ്കിൽ നിന്നും ലോൺ എടുത്തത്. 10 ലക്ഷം രൂപയുടെ ലോണായിരുന്നു. പിന്നീട് കുടിശ്ശിക ഉൾപ്പെടെ 25 ലക്ഷം രൂപയിലേക്കുള്ള ഒരു കടബാധ്യതയായി ഇവർക്ക് ആ ലോൺ തുക മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷെ ആ നിമിഷത്തിലാണ് ഇത്തരത്തിൽ ഇവർ അറിഞ്ഞത് ഇത്തരത്തിലൊരു ലോൺ എടുത്തിട്ടുണ്ട് എന്ന്. പിന്നീട് ജപ്തി നടപടിയിലേക്ക് ബാങ്ക് കടക്കുകയായിരുന്നു. ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇവർ മാവൂർ പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ പരാതി നൽകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും താൽക്കാലികമായ ഒരു ആശ്വാസം എന്ന നിലയിൽ ഈ ബാധ്യത തിരിച്ചടയ്ക്കാൻ ചെറിയൊരു ഇളവ് ഈ ജനം TV വാർത്തയെ തുടർന്ന് ബാങ്ക് നൽകിയിരിക്കുന്നു. അതായത് കുറച്ച് സമയമെടുത്ത് ബാങ്കിലേക്ക് തിരിച്ചടച്ചാൽ മതി എന്നൊരു ഇളവ് തന്നെയാണ് ബാങ്ക് നൽകിയിരിക്കുന്നത്. അത് ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സമാധാനവും സന്തോഷവും നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ദേവിക.